വാരണാസിയിലേക്കുള്ള വലിയൊരു യാത്രയുടെ തയ്യാറെടുപ്പിലാണ് ഞാൻ. ഇതൊരു സോളോ റൈഡായിട്ടാണ് ഞാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ലിമിറ്റേഷൻസ് എനിക്കുണ്ട്. പിന്നെ ഈ ഒരു യാത്രയിൽ മാക്സിമം ഞാൻ കുക്ക് ചെയ്താണ് കഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുക്കിങ്ങിൻ്റെ കുറേ ഐറ്റംസ്, എല്ലാ ഐറ്റംസും തന്നെ കുക്കിങ്ങിന് ഉണ്ട്. അതുപോലെ ഈ ഒരു യാത്രയിൽ മാക്സിമം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആക്കാനാണ് ഞാൻ നോക്കുന്നത്. കാരണം എനിക്ക് ഇതിൽ നിന്ന് വരുമാനമൊന്നുമില്ല. ഞാൻ ജോലി ചെയ്യുന്ന വരുമാനത്തിൽ നിന്ന് ചെറിയൊരു എമൗണ്ട് മാറ്റി വെച്ചാണ് ഞാൻ ഈ ട്രാവലിംഗ് പോകുന്നത്. അതുകൊണ്ട് മാക്സിമം ഞാൻ എക്സ്പെൻസ് കുറയ്ക്കാൻ നോക്കുന്നത്. അതുകൊണ്ട് തന്നെ മാക്സിമം റൂം എടുക്കാതെ ടെൻറ്റിലാണ് ഞാൻ സ്റ്റേ ചെയ്യാൻ നോക്കുന്നത്. ടെൻറ്റ് ഉണ്ട്, അതുപോലെ സ്ലീപ്പിംഗ് ബാഗ് എല്ലാം നമ്മുടെ കയ്യിലുണ്ട്. ക്യാമറയും അക്സസറീസൊക്കെ ആയിട്ട് കുറേ ഐറ്റംസ് തന്നെ നമ്മുടെ കയ്യിലുണ്ട്. ഗോപ്രോ ഉണ്ട്, ക്യാമറ, ഹെലിക്യാം, എല്ലാ ഐറ്റംസും നമ്മുടെ കയ്യിലുണ്ട്. ഇത്ര ലഗേജ് വെച്ചിട്ടാണ് ഞാൻ ശരിക്കൊരു ബൈക്കിൽ പോകുന്നത്. ടോപ്പ് ബോക്സും സൈഡ് ബോക്സും ഉള്ളതുകൊണ്ട്, പിന്നെ അതുപോലെ ലോങ് റൈഡ് ആയതുകൊണ്ട് തന്നെ മാക്സിമം ലഗേജുകൾ കുറയ്ക്കാൻ നോക്കുക. ഞാനിവിടുന്ന് ഡയറക്റ്റ് പോകുന്നത് വാരണാസിക്കല്ല, ഇവിടുന്ന് ഹംപി പോകുന്നുണ്ട്. ഒരുപാട് സ്ഥലങ്ങൾ കവർ ചെയ്തിട്ടാണ് ഞാൻ വാരണാസിക്ക് പോകുന്നത്. ഈ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ എത്രമാത്രം ടെൻറ്റിൽ സ്റ്റേ ചെയ്യാൻ പറ്റുമെന്ന് നമുക്കറിയില്ല. എന്നാലും മാക്സിമം ബഡ്ജറ്റ് കുറച്ച് ടെൻറ്റിൽ കിടക്കാവുന്ന ദിവസങ്ങളെല്ലാം ടെൻറ്റിൽ കിടന്ന് ഫുഡ് ഉണ്ടാക്കാൻ പറ്റുന്ന സമയങ്ങളെല്ലാം മാക്സിമം നമ്മൾ ഫുഡ് ഉണ്ടാക്കി കഴിച്ച് അങ്ങനെ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടൊരു യാത്ര തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഓരോ സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ ഫുഡ് മാത്രം നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല, പക്ഷേ ബാക്കി കാഴ്ചകളെല്ലാം നമുക്ക് കാണിക്കാൻ പറ്റും. ഈ ഒരു യാത്രയിൽ നിങ്ങളെല്ലാവരും എൻ്റെ ഒപ്പം ഉണ്ടാവണം. ഇവിടുന്ന് വാരണാസി വരെയുള്ള എല്ലാ കാഴ്ചകളും നമുക്ക് ഒരുമിച്ച് കണ്ട് ഒരുമിച്ച് പോയി വരാം.